നെയ്യാറ്റിൻകര ഗോപന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും മരണകാരണം വ്യക്തമാകാൻ 3 പരിശോധനാ ഫലം കൂടി വരണം. മരണം സ്വാഭാവികമോ അസ്വാഭാവികമോ എന്ന് പറയാറായിട്ടില്ലെന്ന് പോലീസും ഡോക്ടർമാരും വ്യക്തമാക്കി. ആചാരത്തെ വ്രണപ്പെടുത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗോപന്റെ മകൻ പറഞ്ഞു. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് നെയ്യാറ്റിൻകര ഗോപന്റെ മൃതദേഹം രാവിലെ പുറത്തെടുത്തത്. മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പക്ഷേ മരണകാരണം വ്യക്തമായിട്ടില്ല. 3 പരിശോധനാ ഫലങ്ങൾ കിട്ടിയാലേ മരണകാരണത്തിൽ വ്യക്തത ഉണ്ടാകുമെന്ന് നെയ്യാറ്റിൻകര CI SB പ്രവീൺ പറഞ്ഞു. ഒന്നും കണ്ടെത്തിയിട്ടില്ല. അത് റിസൾട്ട് വെയിറ്റിംഗ് ആണ്. സ്വാഭാവികമാണോ അസ്വാഭാവികമാണെന്ന് പറയാൻ പറ്റില്ല. ആചാരത്തെ വ്രണപ്പെടുത്തിയവർക്കെതിരെ നിയമ നടപടിയെന്ന് ഗോപന്റെ മകൻ സനന്ദൻ. ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയ ഇതിൽ ആരൊക്കെയുണ്ടോ അവരുടെ പേരിനെല്ലാം നിയമ നടപടികൾ എടുത്തേ പറ്റൂ. വിവാദങ്ങൾക്ക് ഉത്തരവാദികളായവർ മാപ്പ് പറയണമെന്ന് VSDPയും ഹിന്ദു ഐക്യവേദിയും ആവശ്യപ്പെട്ടു. 2 മക്കള് അമ്മയും കരഞ്ഞു ഓ നമശിവ എന്ന് പറഞ്ഞിട്ട് ആരും അംഗീകരിച്ചില്ല. അവരെല്ലാവരും സംശയിച്ചു. ഗോപന്റെ മരണത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടതോടെ ഇന്ന് മൃതദേഹം പുറത്തെടുത്തപ്പോഴോ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴോ ഇവരാരും ആ പ്രദേശങ്ങളിൽ എത്തിയിരുന്നില്ല. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന ചില വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇവർ വീണ്ടും പ്രസ്താവനകളുമായി രംഗത്തെത്തിയത്. മീഡിയ 1 തിരുവനന്തപുരം. കനത്ത പോലീസ് സുരക്ഷയിലാണ് രാവിലെ നെയ്യാറ്റിൻകര ഗോപന്റെ മൃതദേഹം പുറത്തെടുത്തത്. കല്ലറയിൽ ചമ്രം പടിഞ്ഞിരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് നിലവിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. പുലർച്ചെ 4 മണിയോടെ ഗോപന്റെ രണ്ടാമത്തെ മകൻ രാജസേനൻ സമാധിയിൽ പൂജകൾ ആരംഭിച്ചു. 1 മണിക്കൂർ നീണ്ട പൂജ കഴിഞ്ഞ് വീടിനുള്ളിലേക്ക്. പിന്നാരും പുറത്തിറങ്ങിയിട്ടില്ല. 6:30യോടെ പോലീസ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. സമാധി പരിസരം ടാർപോളിൽ വെച്ച് മറച്ചു. ബാക്കി സജ്ജീകരണങ്ങൾ മിന്നൽ വേഗത്തിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായതോടെ ഫോറൻസിക് സംഘമെത്തി. പിന്നാലെ സബ് കളക്ടറും. നെഞ്ചിന്റെ ഉയരത്തിൽ പൂജാദ്രവ്യത്തിനുള്ളിലിരുന്ന മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയാണ് സ്ഥലത്തൊരുക്കിയത്. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടാകാതെ വേഗത്തിൽ നടപടികൾ കഴിഞ്ഞു. സമാധാനപരമായ നടപടികൾ പൂർത്തിയായെന്ന സബ് കളക്ടർ OV ആൽഫ്രഡ്. ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം നിയമപരമായിട്ടായിരുന്നു. പോലീസ് ഇന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം ഇന്ന് നിയമപ്രകാരം തന്നെയാണ് ചെയ്തത്. മറ്റ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലുള്ള മൃതദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ഉച്ചയോടെ നടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാരെ അടക്കം പങ്കെടുപ്പിച്ച വലിയ ചടങ്ങായി നടത്താനാണ് ആലോചന. കനത്ത പോലീസ് സുരക്ഷ ഉള്ളതിനാലാണോ അതോ ഹൈക്കോടതി ഇടപെട്ടതിനാലാണോ എന്നറിയില്ല. ഇന്ന് കല്ലറ പൊളിക്കും നേരം കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായെങ്കിലും ഇപ്പോഴും ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ നിരവധി ബാക്കിയാണ്. നെയ്യാറ്റിൻകരയിൽ നിന്നും ക്യാമറ പേഴ്സൺ സിജോ സുധാകരനൊപ്പം ഗോപാൽ ശീലാസനൽ, മീഡിയ 1.